DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 26 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, രാജ്യത്ത് CNG വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ CNG വില കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഡൽഹിയിൽ പുതിയ നിരക്ക് 83 രൂപ 9 പൈസയായി. കഴിഞ്ഞ 11 ദിവസത്തിനുള്ളിൽ മാത്രം CNG വിലയിൽ ആകെ 7 രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന 4ാമത്തെ വർധനവാണിത്. ഇതോടൊപ്പം 11 ദിവസത്തിനുള്ളിൽ 4 തവണ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചിരുന്നു. ഇനിയൊരു 10 രൂപ കൂടി ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അടുത്ത അറിയിപ്പ്, ബക്രീദ് പ്രമാണിച്ച് സപ്ലൈകോ വിൽപ്പനശാലകൾക്ക് 28-ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മെഡിക്കൽ സ്റ്റോർ ഒഴികെയുള്ള സപ്ലൈകോ വിൽപ്പനശാലകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ബക്രീദ് പ്രത്യേക കിറ്റിന്റെ വിൽപ്പനയും നാളെ വരെ നീട്ടിയിട്ടുണ്ട്. അതായത് ബക്രീദ് പ്രമാണിച്ച് സപ്ലൈകോ വിതരണം ആരംഭിച്ച 1101 രൂപയുടെ സ്പെഷ്യൽ കിറ്റ് 850 രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത്. മെയ് 26 വരെയായിരുന്നു വിതരണം സപ്ലൈകോ പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും നാളെ വരെ വിതരണം നീട്ടിയിട്ടുണ്ട്. അതിനാൽ എല്ലാവരും ഈ ആനുകൂല്യം കൈപ്പറ്റുക. അതോടൊപ്പം സപ്ലൈകോ വഴി ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങളും 13-ന് സബ്സിഡി സാധനങ്ങളും വാങ്ങുവാൻ എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ മെയ് മാസത്തെ റേഷൻ വിതരണം റേഷൻ കടകൾ വഴി പുരോഗമിക്കുകയാണ്. മെയ് 31 ഞായർ ആയതിനാൽ മെയ് 30 വരെയായിരിക്കും മെയ് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാവുക. ഇനി കേവലം 4 ദിവസങ്ങൾ കൂടിയാണ് മെയ് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുവാനുള്ളത്. അതിനാൽ മെയ് മാസ റേഷൻ വാങ്ങാത്ത എല്ലാ ഗുണഭോക്താക്കളും മെയ് 30-നുള്ളിൽ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളായ കർഷകർക്കായി അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി വഴി ഏകീകൃത കർഷക ID നിർബന്ധമാക്കിയിരുന്നു. കൃഷിഭൂമിയുടെ വിവരങ്ങളടങ്ങുന്ന ഈ ഡിജിറ്റൽ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ കാർഷിക വായ്പകൾ, സബ്സിഡികൾ, മറ്റ് ധനസഹായങ്ങൾ എന്നിവ ലഭിക്കുകയുള്ളൂ. മുൻപ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന ഈ രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. കരമടച്ച രസീത്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത തിരിച്ചറിയൽ കാർഡ് എന്നിവയുമായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ കർഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ച് സ്വന്തം തിരിച്ചറിയൽ നമ്പർ നൽകി അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കാനും സാധിക്കും. ഈ ഡിജിറ്റൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി മെയ് 30 ആണ്. നിശ്ചിത സമയത്തിനകം നടപടികൾ പൂർത്തിയാക്കാത്തവർക്ക് വരും ദിവസങ്ങളിൽ കാർഷിക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്ത അറിയിപ്പ്, ക്ഷേമ പെൻഷൻ മെയ് 25 മുതൽ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിനുള്ള നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ തുക ഇന്നലെ വൈകിട്ട് അക്കൗണ്ടുകളിലേക്ക് പോയിട്ടില്ല. എന്നാൽ ഇന്ന് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുമെന്നാണ് DBT സെൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് ഇന്ന് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും. സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതലായിരിക്കും ഉണ്ടാവുക. കാരണം 27 ബുധനും 28 വ്യാഴവും സംസ്ഥാന സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ വിതരണം ഉണ്ടാകുന്നതല്ല. അതിനാൽ മെയ് 29 വെള്ളിയാഴ്ച മുതൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. ഏകദേശം 10 ദിവസത്തോളം വിതരണം നീണ്ടു നിൽക്കും. അതായത് ജൂൺ ആദ്യ ആഴ്ച വരെ സംസ്ഥാനത്ത് സജീവമായി പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണം നടക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇപ്പോൾ വരുമോ എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ വിളിച്ചപ്പോൾ ഈ മാസം വിതരണം ഇല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത മാസം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ കുടിശ്ശിക ഉണ്ടാകുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അടുത്ത മാസത്തിൽ ഒരു വിതരണം ഉണ്ടാകുമെന്ന് മാത്രമേ ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളൂ. നിലവിൽ 15 മാസത്തോളം പെൻഷൻ കുടിശ്ശികയാണ്. പുതിയ സർക്കാർ വന്നിട്ടും നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു പരിഹാരം തുടക്കത്തിൽ ഉണ്ടാകുന്നില്ല എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.